ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റാണ്. കരിമണി ബ്രേസ്ലെറ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ കരിമണി ബ്രേസ്ലെറ്റ് ചെയ്യാനായിട്ടോട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ കരിമണി ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ടെന്ന് പറയുന്നത് ഗോൾഡൻ ബീഡ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മൈക്രോ പ്ലേറ്റഡ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് കണ്ണി ചെയിനാണ്. നമ്മുടെ ആ ഒരു ബ്രേസ്ലെറ്റിന് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കൊളുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഗിയർ ലോക്കാണ് വരുന്നത്. പിന്നെ ഇത് ഗിയർ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇത് നോസ് പ്ലെയർ ആണ് കേട്ടോ. നമ്മുടെ ഗിയർ ലോക്ക് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കത്രികയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കത്രിക വെച്ച് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏകദേശം നമുക്ക് എന്തോരാണ് വേണ്ടതെന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് വന്നിരിക്കുന്നത്. അടുത്തായിട്ടെന്ന് പറയുന്നത് ഈ ഒരു കണ്ണി ചെയിൻ ഉണ്ടല്ലോ, അത് ഞാനൊരു 5 റിങ് വന്ന രീതിയിൽ പ്ലെയർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗോൾഡൻ കളർ വരുന്നതെല്ലാം മൈക്രോ പ്ലേറ്റഡ് ആണ്. നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു റിങ്ങും കൂടെ വേണം കേട്ടോ. അപ്പോൾ സെയിം രീതിയിൽ തന്നെ ഒരു റിങ് വന്ന രീതിയിൽ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇതേ ഇവിടെ 2 ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗിയർ ലോക്ക് ആണെങ്കിലും മതിയാകും. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു ഗിയർ വയറിലോട്ട് നമ്മുടെ ഗിയർ ലോക്ക് ഉണ്ടല്ലോ 2 എണ്ണം, അത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കണ്ണി ചെയിൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. കണ്ണി ചെയിൻ ഇട്ടതിന് ശേഷം കണ്ണി ചെയിൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഗിയർ വയർ ഉണ്ടല്ലോ, ആ ഒരു ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ടൈറ്റാക്കി അങ്ങനെ വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ വലിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗിയർ ലോക്ക് ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നോസ് പ്ലെയർ ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ 2 എണ്ണം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് പോന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാലൻസ് ഭാഗം ഗിയർ വയർ ഇതുപോലെ നീണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ബീഡ്സ് സെറ്റ് ചെയ്യാം. ഗോൾഡൻ കളർ ബീഡ്സും അതുപോലെ തന്നെ കരിമണിയുടെ ബീഡ്സുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സിന് പകരം ബീഡ്സിൻ്റെ ക്യാപ്പ് കിട്ടും, അതാണെങ്കിലും മതിയാവും കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് തൊട്ട് പുറകെയായിട്ട് നമ്മുടെ കരിമണി ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു ഗോൾഡൻ ബീഡ്സ്, പിന്നെ കരിമണി ബീഡ്സ്, പിന്നെ ഗോൾഡൻ, പിന്നെ കരിമണി, അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ, എത്ര ബീഡ്സൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കണേന്നുള്ളത്. അങ്ങനത്തെ നമ്മൾ ഇവിടെ ബീഡ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 കരിമണിയുടെ ബീഡ്സാണ് കേട്ടോ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ തന്നെ 2 ഗിയർ ലോക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗിയർ ലോക്ക് ഇട്ടതിൻ്റെ തൊട്ട് പുറകെ തന്നെയായിട്ട് ആ ഒരു റിങ് ഉണ്ടല്ലോ, ഒറ്റ റിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു റിങ് അവോയ്ഡ് ചെയ്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഗിയർ വയർ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഗിയർ വയർ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ടൈറ്റാക്കി വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യം കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ഒരെണ്ണമൊക്കെ മേക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഗിയർ ലോക്ക് നമ്മൾ നോസ് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ഗിയർ വയർ ഇതുപോലെ നീണ്ടു കിടക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ബ്രേസ്ലെറ്റ് ഇതുപോലെ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം. ഇപ്പോൾ ഈ ഒരു കരിമണി ബീഡ്സിന് പകരം 2 എണ്ണം വയ്ക്കാം. അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സിന് പകരം ബീഡ്സ് ക്യാപ്പൊക്കെ വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കരിമണിയുടെ ബ്രേസ്ലെറ്റ് വരുന്നത്. പിന്നെ ആ ഒരു കൊളുത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതുപോലെ എസ് ഹുക്കിന് പകരം നമുക്ക് ഫിഷ് ലോക്ക് ഉണ്ടല്ലോ, അതാണെങ്കിലും മതിയാകും. അപ്പോൾ നമ്മുടെ കരിമണിയുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, സെയിം സംഭവം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കരിമണി ബ്രേസ്ലെറ്റ് വരുന്നത്. ഇതും കരിമണിയുടെ ബ്രേസ്ലെറ്റ് തന്നെയാണ് വരുന്നത്. ഇതിൽ ചെറിയ ടൈപ്പ് കരിമണി ബീഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ബീഡ്സ് വെച്ചാണ് കേട്ടോ നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കരിമണി. അപ്പോൾ അതേ മക്കളുടെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് ഇതുപോലെ ആയിരിക്കും നമ്മൾ കയ്യിലിട്ട് കഴിയുമ്പോൾ ഉണ്ടാവുക. പിന്നെ ഇത് നമ്മളിപ്പോൾ മേക്ക് ചെയ്ത കരിമണി ബീഡ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഒരു ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.